ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ റോജൻ, SDK ക്ലാസ്സസ് തന്നെ. അടിപൊളിയല്ലേ? ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ വന്ന വാട്ട് ഈസ് AI, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതില്ലേ AI. നമുക്ക് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് definition. Artificial intelligence or AI is technology that enables computers and machines to stimulate human intelligence and problem solving capability. അപ്പോൾ എന്താണ് AI? ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് AI എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ എന്താണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഡെഫിനേഷൻ ആണ് നോക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ഇതൊരു ടെക്നോളജിയാണ്. ഇത് എനേബിൾ ചെയ്യും നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെഷീൻസ് അതിനെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ പോലെ അത് വർക്ക് ചെയ്യാൻ വേണ്ടി അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് പ്രോബ്ലം സോൾവിങ് ക്യാപ്പബിലിറ്റീസ്. അതിൻ്റെ അകത്ത് അവന് AI പ്രോബ്ലം സോൾവിങ് ചെയ്യാനുള്ള എല്ലാ ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് AI, മോസ്റ്റ് പവർഫുൾ AI. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വീക്ക് AI വേഴ്സസ് സ്ട്രോങ് AI. ഇന്നത്തെ രണ്ട് AI ഉണ്ട്. ഒന്ന് വീക്ക് AI ഉണ്ട്, ഒന്ന് സ്ട്രോങ് AI ഉണ്ട്. വീക്ക് AI ഓൾസോ നോൺ ആസ് നാരോ AI ഓർ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് AI. അപ്പോൾ വീക്ക് AI വേറെ എന്താ പറയാൻ പറ്റും? നാരോ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ANI എന്ന് പറയാൻ പറ്റും. ഈസ് AI ട്രെയിൻഡ് ആൻഡ് ഫോക്കസ് ടു പെർഫോം സൂപ്പർ സ്പെസിഫിക് ടാസ്ക്. ഈ AIനെ ട്രെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇതിനൊരു ഫോക്കസ് ചെയ്യും, വേറെ ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇതിനെ ഫോക്കസ് ചെയ്യും. വീക്ക് AI ഡ്രൈവ്സ് മോസ്റ്റ് ഓഫ് ദ AI ദാറ്റ് സറൗണ്ട്സ് us ടുഡേ. നമ്മുടെ ഇന്നത്തെ ഈ കാലത്ത് ഇപ്പോൾ നമ്മുടെ സറൗണ്ടിൽ നമ്മൾ കാണുന്ന ഒരു വീക്ക് AI ഉണ്ട്. ഒരുപാട് വീക്ക് AI ഉണ്ട്. എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നാരോ മൈറ്റ് ബി എ മോർ ആപ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് AI ആൻഡ് ഇറ്റ് ഈസ് എനിത്തിങ് ബട്ട് വീക്ക്. ഈ നാരോ AI ഇത് ഏത് ടൈപ്പിലെയും AI ആവാം, പക്ഷേ ഇത് എപ്പോഴും ഒരു വീക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് എനേബിൾസ് ചെയ്യും സം വെരി റോബോട്ട്സ് ആപ്ലിക്കേഷൻസ്. ഇത് നമ്മുടെ കുറച്ച് റോബോട്ട്സ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനെ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ സിരി വെച്ച് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, അൺലോക്ക് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ആമസോൺ അലക്സ അതിനെ വെച്ച് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാൻ, ഫാൻസ് ഒക്കെ ഓഫ് ചെയ്യാം. അതൊക്കെ AI ബിൽഡാണ് അതല്ലേ. പക്ഷേ ആൻഡ് സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ്. പിന്നെ എന്താണ് സെൽഫ് ഡ്രൈവൽ വെഹിക്കിൾ? ടെസ്ല പോലത്തെ ഒരു കമ്പനി അല്ലെങ്കിൽ XUV 700 മഹീന്ദ്രയുടെ. അപ്പോൾ അതൊക്കെ എന്താണ് സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ആണ്. പക്ഷേ ഇത് എപ്പോഴും എന്തായിരിക്കും? ഒരു വീക്ക് AI. പക്ഷേ ഈ വീക്ക് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, സ്ട്രോങ് AI ഈസ് മേഡ് അപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI. സ്ട്രോങ് AI എന്താണ്? എന്തുകൊണ്ടുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറൽ ഇൻ്റലിജൻസ് AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. ഇത് സ്ട്രോങ് AI ആയതുകൊണ്ടാണ് ഇന്നത്തെ സൂപ്പർ ഇൻ്റലിജൻസ് ഒക്കെ ജനറൽ AI ഒക്കെ യൂസ് ചെയ്യുന്നത്. AGI or general AI is the theoretical form of AI where our machines would have an intelligence equal to humans. ഈ സ്ട്രോങ് AI എന്താണ്? ഇത് ഈക്വൽ വർക്ക് ചെയ്യും. നമ്മൾ ഹ്യൂമൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്ട്രോങ് AI വർക്ക് ചെയ്യും. ഇറ്റ് വുഡ് ബി സെൽഫ് അവെയർ വിത്ത് കോൺസിക്വൻസസ് ദാറ്റ് വുഡ് ഹാവ് ദ എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ്. ഇതിനകത്ത് തന്നെ സെൽഫ് അവെയർ അതിനകത്ത് തന്നെ AIക്ക് അതിന് സെൽഫ് അവെയർ ഉണ്ട്. അതിന് കോൺസിക്വൻസ് ഉണ്ട്. അതിനകത്ത് എബിലിറ്റി ഉണ്ട്. അതിന് ഏത് പ്രോബ്ലം വേണമെങ്കിലും അത് സെൽഫായിട്ട് അത് സോൾവ് ചെയ്യും. ഇത് ലേൺ ചെയ്യാനും പറ്റും ഇതിന്. ആൻഡ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. അതിനകത്ത് ആ AIക്ക് മുന്നോട്ടുള്ള ഫ്യൂച്ചേഴ്സൊക്കെ ഉള്ള പ്ലാൻ ചെയ്യാൻ പറ്റും. ASI ആൾസോ നോൺ ആസ് സൂപ്പർ ഇൻ്റലിജൻസ്. ASI എന്ന് വേറെ എന്താ പറയാൻ പറ്റും? ഇതിനെ സൂപ്പർ ഇൻ്റലിജൻസ് പറയാൻ പറ്റും. കാരണം ഫ്യൂച്ചേഴ്സൊക്കെ പ്ലാൻ ചെയ്യണം, ലേൺ ചെയ്യണം, ഈ ഹ്യൂമൻസിനെ പോലെയൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? സൂപ്പർ ഇൻ്റലിജൻസ്. ഇതിനകത്താണ് സൂപ്പർ ഇൻ്റലിജൻസ് ASI യൂസ് ചെയ്തേക്കുന്നത്. വുഡ് സൂപ്പർ പാസ് ദ ഇൻ്റലിജൻസ് ആൻഡ് എബിലിറ്റി ടു ഹ്യൂമൻ ബ്രെയിൻസ്. ഇതിനെ സൂപ്പർ പാസ് ചെയ്യും. പിന്നെ ഹ്യൂമൻ ബ്രെയിൻസിനെ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനൊക്കെ എബിലിറ്റി ഇതിനെയുണ്ട്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് നോക്കാം. സ്പീച്ച് റെക്കഗ്നൈസേഷൻസ്, ആൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നൈസേഷൻ ASR. Computer speeches recognitions or speech to text speech recognitions uses NLP to process human speech into a written format. ഈ സ്പീച്ച് റെക്കഗ്നൈസേഷൻ നമ്മുടെ ഇപ്പോൾ ഗൂഗിളിനകത്ത് മയക്കില്ലേ, നമ്മളതിനെ തുറക്കും, നമ്മൾ പറയും. അപ്പോൾ ആസ് ഇറ്റ് ഈസ് നമ്മൾ പറയുന്ന പോലെ തന്നെ അത് ടെക്സ്റ്റ് കോപ്പി ചെയ്യും.
ഓക്കെ, പിന്നെ നമ്മൾ മൈക്രോസോഫ്റ്റിലൊക്കെ നമുക്ക് വിൻഡോ പ്ലസ് എച്ച് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് മൈക്ക് വരാതെ നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയുക, ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം ഹൗ ആർ യു, അത് ആസ് ഇറ്റ് ഈസ് എഴുതി തരും ഹൗ ആർ യു. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ലോഡൊക്കെ കമ്മാവും. പിന്നെ എ ഐ ഓട്ടോമാറ്റിക്കലി തന്നെ എ ഐ അതെല്ലാം ചെയ്തു തരും. അതാണ് ഈ പറയുന്നത്. പിന്നെ മെനി മൊബൈൽ ഡിവൈസസ് ഇൻകോപ്പറേറ്റ് സ്പീച്ചസ് ഓർഗനൈസേഷൻസ് ഇൻ ടു ദെയർ സിസ്റ്റം ടു കണ്ടക്ട് വോയിസസ് സെർച്ച്. ശരി, ഇന്നത്തെ ഒരുപാട് ഫോൺസിൽ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൾ ഫോണാണെങ്കിൽ സിരി ഉണ്ട്, നോർമൽ ഫോണാണെങ്കിൽ ഗൂഗിളിലൊക്കെ ചെയ്യാം. അതിനോട് പറഞ്ഞാൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതും ചെയ്യും. കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് അതിനോട് പറയാം. പിന്നെ എന്ത് വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻഫർമേഷൻ എടുത്ത് തരുന്നതായിരിക്കും. നെക്സ്റ്റ്, കസ്റ്റമർ സർവീസ്. ഓൺലൈൻ ചാറ്റ് ബോട്ട്സ് ആർ റീപ്ലേസിങ് ഹ്യൂമൻ ഏജൻറ്റ്സ്. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആര് റീപ്ലേസ് ചെയ്യുകയാണ്? ഹ്യൂമൻസിനെയൊക്കെ അത് റീപ്ലേസ് ചെയ്ത് എ ഐ വരുവാണ്. അലോങ് ദ കസ്റ്റമർ ജേർണി, കസ്റ്റമറിൻ്റെ ജേർണിയുടെ കൂടെ തന്നെ ദേ ആൻസർ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ, FAQ. ഈ ഫ്രീക്വൻ്റ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ എപ്പോഴും ഒരു കസ്റ്റമർ പല കസ്റ്റമർ ചോദിക്കത്തില്ലേ. അപ്പോൾ ആ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ തന്നെ അതിന് മനസ്സിലാക്കാനും കഴിയും, പിന്നെ അതിനെ ആൻസർ തരാനും പറ്റും. അറൗണ്ട് ടോപ്പിക്സ്, അതിൻ്റെ ആസ്പാസ് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഉണ്ടോ ആ ടോപ്പിക്സിന് തന്നെ ലൈക്ക് ഷിപ്പിംഗ് എങ്ങനെ ചെയ്യണം, പ്രൊവൈഡ്സ് പേഴ്സണലൈസേഷൻ അഡ്വൈസ്, പേഴ്സണലൈസ് പ്രൊഡക്റ്റിനെ പറ്റി അഡ്വൈസ് ചെയ്യണോ അതിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും സെല് ചെയ്യണോ പ്രൊഡക്റ്റ് അതിനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ചെയ്യണോ യൂസറിന് ഏത് സൈസ് ചേരും, ആ സജഷൻസൊക്കെ AI തരുന്നതായിരിക്കും. ചേഞ്ചിങ് ദ വേ വി തിങ്ക് അബൌട്ട് ദ കസ്റ്റമർ എൻഗേജ്ഡ് അക്രോസ് വെബ്സൈറ്റ് ആൻഡ് സോഷ്യൽ. പിന്നെ അത് ചേഞ്ച് ചെയ്യും, അതൊരു വേ ചേഞ്ച് ചെയ്യും, നമ്മളെ തിങ്ക് ചെയ്യാൻ വേ ചേഞ്ച് ചെയ്യും. നമ്മുടെ കസ്റ്റമറിനെ എങ്ങനെ നമ്മുടെ അടുത്തോട്ട് അട്രാക്ഷൻ ചെയ്യാം, എൻഗേജ് എങ്ങനെ ചെയ്ത് വെക്കാം, നമ്മുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എങ്ങനെ ചെയ്യാം. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ വിഷൻ. This AI technology enables computers and systems to drive meaningful informations from digital image, video and other visual inputs. കമ്പ്യൂട്ടർ വിഷൻസ് എന്തുവാ? ഇപ്പോൾ എനിക്ക് വാച്ച് ആണല്ലോ നിങ്ങൾക്ക്, അപ്പോൾ ഈ വാച്ചിന് ഞാൻ സർക്കിൾ ചെയ്ത് അതിന് കൊടുക്കുവാണെങ്കിൽ AI എന്ത് ചെയ്യും, ഇതിന് ഏത് ബ്രാൻഡാണ് ഇൻഫർമേഷൻ ഉള്ളതെല്ലാം എടുത്ത് തരും. ഇതിന് എത്ര പ്രൈസാണ്, ഇതിപ്പോൾ മാർക്കറ്റിലുണ്ടോ, ഇത് എപ്പോഴാണ് ലോഞ്ച് ആയത്, അപ്പോൾ ഇതിനെ സെർച്ച് ചെയ്യും. പിന്നെ അതിന് ഏത് വീഡിയോ ഇപ്പോൾ ഏത് വീഡിയോ ഇടുന്നു അതിനെക്കുറിച്ച് പറയും. ഫോർ എക്സാമ്പിൾ ഒരു സിനിമ ഇടുവാണെങ്കിൽ ആ സിനിമയുടെ ആക്ടേഴ്സ് ആരൊക്കെയാണ്, അത് ഡയറക്ടർ ആരെയാണ്, അതൊക്കെ പറഞ്ഞു തരും. അതർ വിഷ്വൽ ഇൻപുട്സ്, വേറെ എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് ഉണ്ടോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഇൻപുട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ തരും. ആൻഡ് ബേസ്ഡ് ഓൺ ദോസ് ഇൻപുട്സ് ഇറ്റ് ക്യാൻ ടേക്ക് ആക്ഷൻസ്. ആ ഇതിനെ സെർച്ച് ചെയ്ത് വേറെ ഇൻപുട്സ് ഒക്കെ തരുവാണെങ്കിൽ നമ്മുടെ ബേസ്ഡ് ആക്ഷൻസ് നമുക്ക് സെയിം ആയിട്ട് തന്നെ വേറെ, ഇപ്പോൾ ഈ വാച്ച് തന്നെ എനിക്ക് വേറെ ബ്രാൻഡിങ് കിട്ടുന്ന സെർച്ച് ചെയ്ത് തരും. ദിസ് എബിലിറ്റി ടു പ്രൊവൈഡ് റിക്കമെൻഡേഷൻസ് ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ഇമേജസ് റിക്കഗ്നൈസേഷൻ ടാസ്ക്. ഇതിന് എബിലിറ്റി ഉണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഒരുപാട് വേറെ സാധനങ്ങളും വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇതിന് നമുക്ക് റിക്കമെൻഡേഷൻ ചെയ്ത് തരാനും സാധിക്കും. അടുത്തതാണ് വെതർ ഫോർകാസ്റ്റിംഗ്. ദ വെതർ മോഡൽസ് ബ്രോഡ്കാസ്റ്റേഴ്സ് റിയലി ഓൺ ടു മേക്ക് അക്യുറേറ്റ് ഫോർകാസ്റ്റ് കൺസിസ്റ്റ് ഓഫ് കോംപ്ലക്സ് അൽഗോരിതം റൺ ഓൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. വെതർ ഫോർകാസ്റ്റ് എന്താണെന്ന് അതിനെ യൂസ് ചെയ്യുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. താക്കെ മുന്നോട്ട് വെതർ എന്താണ്, ഇപ്പോഴത്തെ വെതർ എന്ത്, മഴ പെയ്യോ, വെയിലുണ്ടോ, ചൂടുണ്ടാവുമോ, അപ്പോൾ 5 days വെതറൊക്കെ ഓട്ടോമാറ്റിക്കലി അത് എടുത്ത് തരും. അത് AI ആണ് പെർഫോം ചെയ്യുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്നവർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. മഷീൻസ് ലേണിംഗ് ടെക്നിക്സ് എൻഹാൻസ് ദോസ് മോഡൽസ് ബൈ മേക്കിംഗ് ദം മോർ ആപ്ലിക്കബിൾ ആൻഡ് പ്രീഷ്യസ്. മെഷീൻസിന് ലേൺ ചെയ്യാനും സാധിക്കും, അതിന് ടെക്നിക്സ് എന്താണ്, പിന്നെ ഒരുപാട് പുതിയ മോഡൽസ് അതിനെ ഉണ്ടാക്കാൻ സാധിക്കും, പുതിയ ആപ്ലിക്കേഷൻസ്, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് പ്രീഷ്യസ്, അതിനെ നല്ല പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ്, AI ഇൻ ദ വർക്ക് ഫോഴ്സ്. നമ്മൾക്ക് വർക്ക് ഫോഴ്സിൽ AI എങ്ങനെയാണ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് പ്രിവലൻറ്റ് അക്രോസ് മെനി ഇൻഡസ്ട്രീസ്. ഇന്നത്തെ കാലത്ത് AI ഒരുപാട് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമേറ്റിംഗ് ടാസ്ക് ദാറ്റ് ഡസൻറ്റ് റിക്വയർഡ് ഹ്യൂമൻസ് ഇൻ്റർവെൻഷൻസ് സേവ്സ് മണി ആൻഡ് ടൈം. ഇന്ന് ഓട്ടോമാറ്റിക്കലി AI എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഹ്യൂമൻസിൻ്റെയൊക്കെ ജോലി കുറയും, പിന്നെ നമ്മൾ ഒത്തിരി സമയം ലാഭിക്കും, എറേഴ്സൊക്കെ ഉണ്ടാകത്തില്ല, പിന്നെ നമ്മുടെ ഒരുപാട് ടൈംസൊക്കെ സേവ് ചെയ്യും. ആൻഡ് റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹ്യൂമൻ, എന്നപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ വുമൻസ് എററൊക്കെ കുറയ്ക്കും. ഹിയർ ആർ എ കപ്പിൾ ഓഫ് വേസ് AI കുഡ് ബി എംപ്ലോയിഡ് ഇൻ ദ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. ഇത് കുറച്ച് രണ്ട് എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. AI എങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആദ്യമാണ് ഫൈനാൻസ് ഇൻഡസ്ട്രി. ഫ്രോഡ് ഡിറ്റക്ഷൻസ് ഈസ് എ നൊട്ടേബിൾ യൂസ്
കേസ് ഫോർ എ ഐ ഇൻ ദ ഫൈനാൻസ് ഇൻഡസ്ട്രീസ്. ഫൈനാൻസ് ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് പൈസ ഇടപാടൊക്കെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഫ്രോഡൊക്കെ നടക്കും. അപ്പോൾ എ ഐ എന്ത് ചെയ്യും, എ ഐ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോഡലൻറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, ഫ്രോഡ് ഡിറ്റക്ഷൻ ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതിനൊക്കെ ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത. എ ഐസ് കേപ്പബിലിറ്റി ടു അനലൈസ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ എനേബിൾസ്. എ ഐക്ക് ഒരുപാട് ഡേറ്റ എനേബിൾസ്, അതിനകത്ത് കപ്പാസിറ്റി ഉണ്ട്, അതിന് എത്രയും ഡേറ്റ ഉണ്ടോ അതൊക്കെ അതിനെടുക്കാനും പറ്റും. ഇറ്റ് ടു ഡിറ്റക്ട് ഓട്ടോമൊബൈൽസ് ഓർ പാറ്റേൺസ് ദാറ്റ് ദ സിഗ്നൽ ഫ്രോഡലൻറ്റ് ബിഹേവിയർ. പിന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധിക്കും അനോമലൈസ് ഓർ പാറ്റേൺസ് എനേബിൾ ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ആരെങ്കിലും ഫ്രോഡലൻറ്റ് വന്ന് ബിഹേവിയർ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ റോബോട്ട് ഓൾറെഡി സ്കാൻ ചെയ്ത് പറയും ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, പേരെന്താണ്. അപ്പോൾ ഫ്രോഡലൻറ്റ് അവൻ ചെയ്യാനാണോ വന്നേ, അപ്പോൾ എ ഐ എല്ലാം നമുക്ക് പറഞ്ഞു തരും. നെക്സ്റ്റ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. എ ഐ പവേർഡ് റോബോട്ടിക് കുഡ് സപ്പോർട്ട് സർജറീസ് ക്ലോസ് ടു ഹൈലി ഡെലിക്കേറ്റ് ഓർഗൻസ് ഓർ ടിഷ്യൂസ് ടു ഇംപ്ലൈഡ് ബ്ലഡ് ലോസസ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ചെയ്യുന്നത്, എ ഐ പവേർഡ് ചെയ്യും, അല്ലെങ്കിൽ റോബോട്ടിക് കൊണ്ടോ സർജൻസ് എന്തെങ്കിലും സർജറീസ് ക്ലോസ് ടു ഹൈലി ഡെഡിക്കേറ്റഡ്, ഒരുപാട് ഹൈലി സർജറീസ് ഒക്കെ ഉണ്ടെങ്കിൽ റോബോട്ടിക് വന്ന് ഡോക്ടറിനെ പേഷ്യൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും സർജറീസിനൊക്കെ. പിന്നെ ടിഷ്യൂസ് അല്ലെങ്കിൽ ബ്ലഡ് ലോസസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സഹായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ എ ഐക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് നമ്മൾ എ ഐനെ കുറിച്ച് കുറച്ച് എ ഐ എന്താണ്, ഓക്കെ, പടക്കൊക്കെ പൊട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ ഓബിയസ്ലി ഇതൊക്കെ എ ഐ ആണ്. ഇത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയത് ത്രൂ എ ഐ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എ ഐ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ വർക്ക് ലോഡൊക്കെ കുറഞ്ഞു, എ ഐ എല്ലാ കാര്യങ്ങളും ചെയ്യാനും തുടങ്ങി. ഒരുപാട് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ എ ഐ ആണ്. വുമൻസിനെയൊക്കെ ജോലിയൊക്കെ കുറഞ്ഞു, ഇപ്പോൾ എല്ലാം ഏറ്റെടുക്കുന്നതും എ ഐ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കുറച്ച് ഇൻഫർമേഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും see you soon.